പഴയ ഒരു സ്റ്റോറി ആയാലോ? പണ്ടൊരിക്കൽ. അയ്യോ, അത്രയ്ക്കില്ല. 19 കാലഘട്ടമാണ്. സോ കുറച്ച് കളറാടിയാം. ഇത് വന്നല്ലോ. ഇന്ന് തുടങ്ങിയാലോ? ബുസാൻ മലനിരകൾ കൊണ്ടും കടൽത്തിട്ടകൾ കൊണ്ടും സമ്പുഷ്ടമായ സൗത്ത് കൊറിയയിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് സിറ്റിയായ ബുസാൻ. അവിടെ 2 വർഷങ്ങളുടെ വ്യത്യാസത്തിൽ 2 രാജകുമാരന്മാർ ജനിച്ചു. പക്ഷേ അവരെ തമ്മിൽ കാണിക്കാൻ കാലത്തിന് വർഷങ്ങളുടെ താമസം എടുത്തു. അതെ, വിധി അങ്ങനെ ആയിരുന്നു. ഒരേ നാട്ടിൽ ജനിച്ചിട്ടും പരസ്പരം കാണാൻ അവർക്ക് തലസ്ഥാന നഗരിയിലേക്ക് ചേക്കേറേണ്ടി വന്നു. സിയോൾ, അതെ, സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റി. വളർന്നു വരുന്ന ഏതൊരു കൊറിയൻ പൗരൻ്റെയും ഡ്രീം സിറ്റി. അതെ, അവിടെയാണ് ആ 7 മാലാഖമാർ ഒരുമിച്ച് കൂടിയത്. സ്വന്തം കഴിവ് മാത്രം മുതൽക്കൂട്ടായി എടുത്തുകൊണ്ട് K-pop എന്ന മഹാസാഗരത്തിൻ്റെ ഒരു ഭാഗമാകാൻ അവരും ഒരുങ്ങി. എന്നാൽ കാലം കാത്തുവെച്ചത് ഒരുമിച്ച് നേടിയെടുക്കുന്ന വിജയക്കൊയ്ത്ത് മാത്രമായിരുന്നില്ല, മനോഹരമായ ഒരു പ്രണയം കൂടിയായിരുന്നു. പ്രണയിച്ചോ, പ്രണയിക്കപ്പെട്ടോ, അതിന് സാക്ഷികളായി അവരുടെ ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. ആറേട്ടന്മാർക്കന്യനായി കൂട്ടത്തിൽ ഇളയവനായി വന്നവൻ ജാങ്കുക്ക്. കുസൃതിയും നിഷ്കളങ്കതയും ഒളിപ്പിച്ചു വെച്ച ഒരു മുയൽ കുഞ്ഞിൻ്റെ കുഞ്ഞുമുഖം. പക്ഷേ അവൻ്റെ ഉള്ളിലെ തീപ്പൊരി തൻ്റെ കഴിവുകൾ കൊണ്ട് ഈ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ തല ഉയർത്തി നിൽക്കാൻ കഴിവുള്ള സൂര്യപുത്രൻ്റേതായിരുന്നു. ഒരു ക്യൂട്ട് താറാക്കുഞ്ഞിൻ്റെ മുഖമാണ് അവന്. പക്ഷേ വശ്യമായ മഴവഴക്കത്തോടെ, ചടുലമായ നൃത്ത ചുവടുകളോടെ ആരെയും ഒരു നോട്ടം കൊണ്ട് മഴക്കി വീഴ്ത്താൻ കഴിവുള്ളവനാണവൻ, ജിമിൻ. ഏതിരുട്ടിലും പ്രകാശിക്കുന്നവനെ ചന്ദ്രനോടല്ലാതെ മറ്റെന്തിനോടാണ് ഉപമിക്കേണ്ടത്? സൂര്യനില്ലാതെ ചന്ദ്രൻ എങ്ങനെ പ്രകാശിക്കാൻ കഴിയും? അതുപോലെ തന്നെയായിരുന്നു ജിമിനും. എപ്പോഴാണ് ഒരു അനിയനോട് കാണിച്ചിരുന്ന സ്നേഹവും കരുതലും പ്രണയമായി മാറിയതെന്ന് അവൻ അറിയില്ലായിരുന്നു. എന്നാൽ അവൻ്റെ ഉള്ളിൽ മുളച്ചു പൊന്തിയ വികാരത്തിന് അവൻ പ്രണയം എന്ന് പേരിട്ടത് മുതൽ ആ വികാരത്തെ അവൻ മറച്ചു വച്ചിട്ടില്ല. പകരം ഒന്നിനെയും ഭയമില്ലാതെ ആ ഇഷ്ടം അവൻ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു. ഓൺ ക്യാമറയിലാകട്ടെ ഓഫ് ക്യാമറയിലാകട്ടെ അവൻ അവൻ്റെ ജാങ്കുക്കിയുടെ അറ്റൻഷൻ വേണമായിരുന്നു. അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മികച്ച ഫ്ലേർട്ടിംഗ് സ്കിൽ കൊണ്ട് അവനെ പരമാവധി തന്നിലേക്ക് അടുപ്പിക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മറുവശം അവൻ്റെ പ്രവൃത്തികളെ പലരും ക്യാമറ കണ്ണുകളിലൂടെ വിമർശിച്ചപ്പോൾ കൂട്ടത്തിലെ കുഞ്ഞു മനസ്സിന് വല്ലാതെ നൊന്തു. തങ്ങളെക്കുറിച്ചാരും മോശം പറയുന്നത് ഇഷ്ടമല്ലാത്തതിനാലാവണം പിന്നീട് അങ്ങോട്ട് അവൻ അവൻ്റെ ഏട്ടനെ തള്ളി മാറ്റിയത്, അകന്നു നിന്നത്, മറ്റൊരാളുമായി കൂടുതൽ അടുത്തത്. പക്ഷേ തൻ്റെ പ്രണയത്തിൽ വിശ്വാസമുള്ളവൻ അതിലൊന്നും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. വീണ്ടും പുറകെ പോയതും പ്രതീക്ഷയോടെ സംസാരിച്ചതും എല്ലാം അവൻ്റെ കുക്കിക്ക് വേണ്ടി മാത്രമായിരുന്നു. അവഗണന അത് പരിധികൾ കടന്നപ്പോഴും അവൻ കാര്യമാക്കിയില്ല. പക്ഷേ അവൻ അവൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച ഫാൻഡത്തിൽ നിന്ന് തന്നെ വെറുപ്പ് കലർന്ന കമൻസ് കണ്ട് അവൻ്റെ നെഞ്ചം പൊട്ടിയിരിക്കണം. പലപ്പോഴും ഓൺ ക്യാമറയിൽ ചിരിക്കുന്ന ആ മുഖം ഓഫ് ക്യാമറയിൽ ആർത്തലച്ച് കരഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഉപേക്ഷിക്കുക എന്ന തീരുമാനമെടുക്കുമ്പോൾ അതാണ് ഏറ്റവും മികച്ചത് എന്നവന് തോന്നിയിരിക്കാം. എല്ലാം അതോടുകൂടി അവസാനിക്കട്ടെ എന്നവൻ പ്രത്യാശിച്ചിരിക്കാം. എന്നാൽ കാര്യങ്ങളെല്ലാം അവിടെ തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് ചന്ദ്രൻ ഉദിക്കാറ്. ചന്ദ്രൻ വിട പറയുമ്പോഴാണ് സൂര്യൻ കണ്ണു തുറക്കുന്നത്. കോടാനുകോടി കാലങ്ങളായി ഈ പ്രക്രിയയാണ് ഭൂമിയെ സുന്ദരമാക്കുന്നത്. എന്നാൽ ഭൂമിയിലെ സൂര്യനായും ചന്ദ്രനായും പരിണമിച്ചവരിൽ കണ്ട ഈ ഒളിച്ചുകളി ശ്രദ്ധിച്ച ചിലരുണ്ട്.
സാഹോദര്യത്തിനപ്പുറം പ്രണയമെന്ന പാതയിലേക്ക് അവർ ഗതിമാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയവർ ഞാനും നീയും അടക്കമുള്ള ദി കുക്കേഴ്സ്. മറ്റേത് ഷിപ്പിനോടും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇവരിൽ മാത്രം കാണുന്ന ഈ പ്രണയത്തിൻ്റെ അലകൾ മറ്റെവിടെയും കാണാത്തതിനാലാണ് ഈ സൂര്യചന്ദ്രന്മാരിലേക്ക് നമ്മുടെ ശ്രദ്ധ കടന്നുകൂടിയത്. കണ്ണുകൾ, അവയ്ക്ക് പലതും പറയാനാകും, ഒരു വാക്കിൻ്റെ പോലും സഹായമില്ലാതെ. ആ കണ്ണുകൾ തന്നെയാണ് നമ്മളോടും പലതും പറഞ്ഞത്. ജിമിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞ നക്ഷത്രങ്ങൾ ജെക്കെയോടുള്ള പ്രണയമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതും ചിരിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്ന കുഞ്ഞു കണ്ണുകളിൽ കൂടിയാണ്. എന്നാൽ ഇടയ്ക്കെപ്പോഴും ആ കണ്ണുകളിലെ തിളക്കം മറങ്ങുന്നത് നമ്മളും ശ്രദ്ധിച്ചു. ഒരു ഉൾഭയത്തോടെ പലരും വിശ്വസിക്കാനും തുടങ്ങി. ജെമിനിസ് ഗോണ ഗിവ് അപ്പ്, അവൻ ഒഴിവാക്കുകയാണ്, സ്വയമേ മറക്കാൻ ശ്രമിക്കുകയാണ്. ആ സങ്കടം അവൻ്റെ മുഖത്തുണ്ടായിരുന്നുവെങ്കിലും ചിരിയിൽ അവൻ വ്യത്യാസം വരുത്തിയില്ല. തന്നെ കാത്തിരിക്കുന്നവർക്ക് മുമ്പിൽ അവൻ ചിരിച്ചു തന്നെ നിന്നു. എന്നാൽ അവൻ്റെ ചിരിയെ മനോഹരമാക്കിയിരുന്ന ആ കുഞ്ഞു കണ്ണുകളിലെ തിളക്കം അപ്രത്യക്ഷമായിരുന്നു. തിരക്കുകളുടെ കാരാഗ്രഹത്തിൽ തന്നെ അവൻ കുഴിച്ചു മൂടിയപ്പോൾ മറ്റൊരാളുടെ ഹൃദയം എങ്ങുന്നത് അവൻ കണ്ടു കാണില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു വരുന്നവനെയും എല്ലാവർക്കും മുമ്പ് എഴുന്നേറ്റ് പോകുന്നവനെയും കാണാൻ ആ കുഞ്ഞു മനസ്സ് കൊതിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണല്ലോ മറ്റു മെമ്പേഴ്സിനൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ പോലും അവർക്കിടയിൽ നിന്ന് അബദ്ധത്തിൽ പോലും തൻ്റെ അരികിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്ന അവൻ മാത്രം ഷോർട്ടി എന്ന് വിളിച്ച അവൻ്റെ താറാക്കുഞ്ഞിലേക്ക് ആ വലിയ കണ്ണുകൾ ഇടയ്ക്കിടെ നീണ്ടുപോയത്. അറിഞ്ഞും അറിയാതെയും അതിനെ ഗൗനിക്കാതെ നടന്നു പോകുന്ന ആ മാറ്റം പക്ഷേ ഈ സൂര്യഭഗവാന്റെ മനസ്സിനെ വല്ലാതെ തളർത്താൻ തുടങ്ങിയിരുന്നു. അപ്പോഴൊക്കെയും 1000 ആവർത്തി അവൻ തന്നെ ശപിച്ചിട്ടുണ്ടാവണം. താൻ ചെയ്തു പോയ പ്രവൃത്തികളുടെ പ്രതിഫലമാണ് അനുഭവിക്കുന്നത് എന്നോർത്ത് കരഞ്ഞിരിക്കാം. ഓൺ ക്യാമറയിൽ ജിമിനെ തള്ളി മാറ്റുന്ന ജെക്കെ അല്ലേ എല്ലാവർക്കും അറിയൂ. എന്നാൽ ഉറങ്ങിക്കിടക്കുന്ന ജിമിൻ്റെ അരികിൽ വന്ന് വാത്സല്യത്തോടെ അവൻ്റെ തലമുടികൾ തലോടി ചെയ്തു പോയതിന് സോറിയും പ്രായശ്ചിത്തം എന്നോണം ഐ ലവ് യു എന്നും പറഞ്ഞു പോകുന്നവനെ നമ്മൾ ആരും കണ്ടില്ല. പക്ഷേ ഇനിയില്ല. അകറ്റി നിർത്തിയപ്പോഴൊന്നും തോന്നാത്ത ഭയമാണ് അടുത്തേക്ക് വരാതായപ്പോൾ തോന്നി തുടങ്ങിയത്. കൺമുമ്പിൽ കയ്യെത്തും ദൂരത്തുണ്ടായിട്ട് ആ മുയലിൽ നിന്ന് താറാക്കുഞ്ഞി ഒത്തിരി അകലെയാണെന്നുള്ള ചിന്ത അവനെ തന്നെ ഇല്ലാതാക്കുന്നതായിരുന്നു. അവന് വേണമായിരുന്നു അവൻ്റെ ജിമിഷിയെ. അതിനുവേണ്ടി പൊരുതാനും അവൻ തയ്യാറായി തുടങ്ങിയിരുന്നു. പിന്നീട് അങ്ങോട്ട് അതാണ് നമ്മൾ കണ്ടത്. ആ ചന്ദ്രൻ്റെ ശ്രദ്ധയും നോട്ടവും തന്നിലേക്ക് മാത്രമാക്കാൻ ശ്രമിക്കുന്ന സൂര്യൻ്റെ കഠിനാധ്വാനം. അപ്പോഴവന് മനസ്സിലായിരിക്കണം അവഗണനയുടെ മുറിപ്പാട് എത്രത്തോളം ആഴത്തിൽ പതിയുന്നതാണെന്ന്. പ്രണയം ചെകുത്താനെയും മാലാകയാക്കാൻ കഴിവുള്ള വല്ലാത്തൊരായുധം. ആ പ്രണയച്ചൂടിൽ ആ മുയൽ തനിക്കുള്ളിൽ സൂക്ഷിച്ച മഞ്ഞുമലകൾ ഉരുകാൻ തുടങ്ങിയിരുന്നു. അതെ, പ്രണയം. അവൻ തന്നെ തിരിച്ചറിയാൻ വൈകിയ അവനിലെ മനോഹാരിത. പിന്നീട് അങ്ങോട്ട് കണ്ടതെല്ലാം തിരുത്തലുകളാണ്. ഇന്നോളം ചെയ്തതിനെല്ലാത്തിനും കൂടി ഒരുമിച്ചുള്ള പ്രായശ്ചിത്തം. അത്രയും കാലത്തെ സംഭവങ്ങൾക്ക് റിവേഴ്സ് ഗിയർ ഇട്ടപ്പോൾ അതിന് സാക്ഷിയാകാനും അവസാനമാകാനും ഒരു മഴക്കാലം കൂടി കൂട്ടുവന്നു. മഴ, അത് പ്രണയത്തിനും പ്രതികാരത്തിനും പാപമോചനത്തിനുമെല്ലാം ഉപമയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അന്ന് ആ സ്ട്രീറ്റ് ലാമ്പിൻ്റെ കീഴിൽ പരസ്പരം മറന്നവർ കെട്ടിപ്പിടിച്ചു നിന്നപ്പോൾ ആർത്തലച്ച് മഴ കൂടെ വന്നത്. മഴത്തുള്ളികളേക്കാൾ ശക്തിയിൽ പെയ്തു വന്ന അവരുടെ കണ്ണുനീർ തുള്ളികൾ അവരുടെ പ്രണയത്തിൻ്റെ പ്രതീകമായിരുന്നു. കാറ്റിനെ പോലും കടത്തിവിടാതെ ഇറുക്കിയുള്ള ആ പിടുത്തം ഇന്നോളം അവരെ അകറ്റാൻ നോക്കിയവരോടുള്ള പ്രതികാരവും. ഒരാൾ മാപ്പപേക്ഷിച്ചും മറ്റൊരാൾ മാപ്പ് നൽകിയും സ്വയം അലിഞ്ഞ് ഒന്നായപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് ഇനി അവരുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ലാതായി. മഴ തോർന്ന തണുപ്പിൽ അവരുടെ മനസ്സും തണുത്തിരുന്നു. ലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു സൂര്യഗ്രഹണം പോലെ അന്ന് ആ സൂര്യനും അവൻ്റെ ചന്ദ്രനെ അവനിലേക്ക് ആവാഹിച്ചിരിക്കാം. തണുപ്പ് മാറി ചൂട് വന്നു. പക്ഷെ ഇപ്രാവശ്യം അത് പ്രണയത്തിൻ്റെ ആയിട്ട്. അന്ന് തുടങ്ങിയ ആ പ്രണയച്ചൂടിന് ഇന്നും മാറ്റി പറഞ്ഞിട്ടില്ല. ഇടയിൽ പലരും വന്നു, പലതും സംഭവിച്ചു. എന്നാൽ അകറ്റാൻ ശ്രമിച്ചവർക്കൊന്നും അറിയില്ലല്ലോ. അതൊരാത്മാവ് ഒരു മാലാഖയോട് കാണിച്ച അവഗണനയ്ക്ക് പകരമായി
അവനെ തൻ്റെ ജീവൻ കൊണ്ട് തന്നെ സ്നേഹിക്കുവാണെന്ന്, അവൻ അകലാൻ സാധിക്കില്ലെന്ന്, ഇന്ന് അവൻ്റെ ജീവനും ജീവിതവും തുടിക്കുന്നത് ആ കുഞ്ഞു മാലാഖയ്ക്ക് വേണ്ടിയാണെന്ന്. അവരുടെ ജീവിതത്തിൻ്റെ തന്നെ നല്ലൊരേട് മുമ്പിൽ തുറന്ന് കാണിച്ചു തന്നപ്പോഴും അത്രയും ക്യാമറകൾക്ക് നടുവിൽ നിന്ന് അവർ കാണിക്കുന്നത് അഭിനയമല്ലേ, കമ്പനി നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലേ എന്ന് ചോദിച്ചവരോട് ഒന്നേ പറയാനുള്ളൂ, ദിസ് ഈസ് നോട്ട് എ ഡർട്ടി ലിറ്റിൽ സീക്രട്ട്, ഇറ്റ് ഈസ് ദ റിയാലിറ്റി, സോ വേക്ക് അപ്പ്. ഒന്നുകൂടി പറഞ്ഞുതരാം, വന്നത് മുഴുവൻ കട്ട് വീഡിയോസാണ്. അൺകട്ട് വീഡിയോസ് എങ്ങാനും പുറത്തിറങ്ങിയാൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും അവർക്കെതിരെ സംസാരിച്ച ഓരോ വാക്കുകൾ ഓർത്തും. അവരുടെ കണ്ണുകളിൽ നിന്ന് അവരെ നോക്കിക്കാണുന്നവർക്കല്ലേ അവരനുഭവിച്ചതും ജീവിച്ചതും പ്രണയിച്ചതുമെല്ലാം മനസ്സിലാകൂ. ആ പ്രണയത്തിന് മങ്ങാത്ത പത്തരമാറ്റ തിളക്കമുണ്ടെന്ന് അവരെ അഡ്മയർ ചെയ്യുന്ന ഒരു ജനതയ്ക്കല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വിശ്വസിക്കാം അവർ സുരക്ഷിത കരങ്ങളിലാണെന്ന്. ഒന്നിനു വേണ്ടിയും അവരെ വിട്ടുകൊടുക്കാത്ത ഞാനും നീയും അടക്കമുള്ള ജി കുക്കേഴ്സ് ഉള്ളിടത്തോളം കാലം നമ്മുടെ ബുസാൻ രാജകുമാരന്മാർ ഇന്നും സേഫായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. മുഖത്ത് വിടർന്ന പുഞ്ചിരിയും മനസ്സിൽ നിറഞ്ഞ സംതൃപ്തിയുമായി ഒരുമിച്ച് അവർ ഒരിക്കൽ കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുന്ന ദിവസത്തിനായി. അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെന്നേ, സന്തോഷമായിട്ട്. ഒപ്പം അവരെ സ്നേഹിക്കുന്നു നമ്മുടേത്. ചിക്കുക്കിനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടവളുടെ ഉള്ളംകൈയിൽ സമർപ്പിക്കാൻ അവരെവിടെയും പോയില്ല, നിനക്കും എനിക്കുമടക്കം 1000 പേരുടെ മനസ്സിലാണ് അവർ നിലകൊള്ളുന്നതെന്ന് ബോധ്യപ്പെടുത്തി തരാനുള്ള ചെറിയൊരു ശ്രമം മാത്രമാണിത്. ആൻഡ് ദ ലൈഫ് ഗോസ് ഓൺ. അപ്പോൾ ശുഭം വിത്ത് യുവർ വൃത്തികെട്ട ഇമോജി.